ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നൊരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നവർക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമുക്കൊക്കെ അറിയാം, പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ആ പത്രത്തിൻ്റെ അകത്തൊക്കെ നടുപ്പേജ് നമ്മൾ നോക്കുമ്പോൾ അനേക ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ വഴി നടത്തുന്ന കൃപയ്ക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കണം. ദൈവം തന്നിരിക്കുന്ന ഓക്സിജന് നമ്മൾ നന്ദി അർപ്പിക്കണം. ദൈവത്തിന്റെ ഓക്സിജനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഏറിയാൽ 70 അല്ലെ 80 എന്നാ ദൈവവചനം പറയുന്നത്. അതുവരെ ഈ ഓക്സിജൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ആ ഓക്സിജനിൽ കൂടെ നമ്മൾ നടക്കുന്നത്. ഈ ജഡത്തിൽ നിന്നും ഈ ഓക്സിജൻ ഒരു ദിവസം അങ്ങ് വിട്ടുപോകും. പക്ഷേ എന്നേക്കും വിട്ടുപിരിയാത്ത, എന്നേക്കും നിലനിൽക്കുന്ന ഒരാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ ദേഹമാകുന്ന മൺകൂടാരം ഈ ഭൂമിയിലേക്ക് അഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്, എന്നേക്കും കർത്താവിന്റെ സന്നിധിയിൽ വസിക്കുവാനിടയാവും. പ്രിയ സഹോദരന്മാരെ, ഞാനിത് പറയുന്നത് 2015 വരെ എനിക്കിങ്ങനെ പറയാൻ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ലഹരിയുടെ അടിമയിൽ ബോധമില്ലാതെ നടന്നൊരു വ്യക്തിയാണ്. മരണഭീതിയുടെ നടുവിൽ ബോധമില്ലാതെ നടന്നൊരു വ്യക്തിയാണ്. ഒരു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ കണ്ട ദർശനം, പ്രിയ സഹോദരന്മാരെ, അതാണ് ഇന്ന് എന്നെ വഴി നടത്തുന്ന ഒരു പ്രകാശം. രാത്രി ലഹരി ബോധയിൽ എൻ്റെ വീടിന് താഴെയുള്ള ഒരച്ചായനുമായിട്ട് വഴക്കിട്ട് 10-11 മണിയായപ്പോൾ ഞാൻ അച്ചായനെ പെരയ്ക്കാന്ന് വലിച്ചിറക്കി അടിച്ച് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കൂടി. കേസൊന്നും ആയില്ല. കേസായ അവർക്കറിയാം പിന്നെ ഞാൻ അടിക്കുന്നു. ഇന്നും എന്നെ കാണുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ വചനമായി ഞാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, എന്റെ അയലോക്കാരൊക്കെ പറയും, ബോസേ, ഞങ്ങൾ അന്ന് ആ രാത്രി ഓർക്കുന്നുണ്ടോ? പ്രിയ സഹോദരന്മാരെ, നമ്മളെ മാറ്റാൻ, നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ ഈ ലോകത്തിലുള്ളവർ കഴിയത്തില്ല. പക്ഷെ ഒരാൾക്ക് കഴിയും. കർത്താവായ യേശുവിനെ വിശ്വസിച്ച് രക്ഷിതാന്ന് വാവുണ്ട് ഏറ്റു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അങ്ങനെ ഒരു ദിവസം ഉണ്ടായ മാറ്റമാണ് ഇന്ന് 10 വർഷമായി സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ ചുമ്മാതിരിക്കുമ്പോൾ എനിക്ക് ദൈവവചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാനൊരു ദിവസം മേസ്ത്രി പണിക്ക് പോകുമ്പോൾ ഒരമ്മാമ്മയുടെ വീട്ടിൽ, ഒരു പെന്തിക്കോസ്തുകാരി ഒരമ്മാമ്മയുടെ വീട്ടിൽ പ്രയർ ഹോൾ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മമ്മ പകല് 12 മണിയാകുമ്പോൾ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്നിട്ട് എന്തോ വായിക്കൊള്ളാത്ത കുറച്ച് ഭാഷകൾ വിളിച്ചു പറയുമായി. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി, ഒരു ഈർച്ച പോലെ തോന്നി. ഞാൻ അമ്മാവനെ വഴക്ക് പറഞ്ഞു. അമ്മാമ്മേ, സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, നമുക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല, സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങൾ കേൾക്കുന്ന രീതിയിലുള്ള ഭാഷകൾ പറയണം. നിങ്ങൾ പലകളാന്ന് പറഞ്ഞാൽ നോക്കത്തില്ലെന്നോ. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങി പോന്ന്. പിറ്റേ ദിവസം അമ്മ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാകും. അങ്ങനെ വഴക്ക് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം അവരുടെ ഭർത്താവ് അടുത്തൊരു പ്രസ് ജോലിയായിരുന്നു കുമ്പനാട്. പുള്ളിക്കാരനെ വിളിച്ചു വരുത്തി. പുള്ളിക്കാരൻ വന്നപ്പോൾ എന്നോട് എന്തോ ആടാ. ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ തമാശയ്ക്കാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എടാ അവിടെ പ്രാർത്ഥന കൊണ്ടാണ്, നിനക്കറിയാമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പരാജയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ മുന്നിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തേ, ദൈവം അത് 2 കൈകളിലും ഭാവിച്ചത് വലിയൊരു അനുഗ്രഹമാക്കി തീർന്നു. ആ അനുഗ്രഹത്തിന്റെ കൃപയിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന സഹോദരന്മാരെ, ഈ കട തന്നെ ഈ പുല്ലാട് വടക്കേക്കോലി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എൻ്റെ കർത്താവിന് അറിയാം. എൻ്റെ ഹൃദയം എന്താണെന്ന് കർത്താവിന് അറിയാം. ഞാൻ എന്താഗ്രഹിച്ചാലും ചെയ്യുള്ളൂ. പൈസ വരെ എനിക്ക് വരെ കിട്ടിയത്, പൈസ വരെ എനിക്ക് ആഗ്രഹിച്ചത് 10,000-12,000 രൂപയൊക്കെ അതിന് കഴിഞ്ഞ് അങ്ങനെ പല പ്രാവശ്യം ആഗ്രഹിക്കുമ്പോൾ മീനുകളെ
എൻ്റെ ആഗ്രഹം മീൻ, കഴിഞ്ഞിടയ്ക്കും എനിക്ക് മീൻ കിട്ടി. എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നോ അതെൻ്റെ ദൈവത്തിനറിയാം. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് അതെൻ്റെ ദൈവത്തിനറിയാം. ഞാൻ SNDP കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ബൈബിള് ഞാൻ കണ്ടിട്ടില്ല. ഇന്നെന്തേ ബൈബിളുമായിട്ടിരിക്കുന്നത്. ഈ ബൈബിൾ ഇച്ചിരി കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിടയ്ക്ക് ഒരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ആ ബൈബിളിന്റെ കവറൊക്കെ ഒന്ന് മാറ്റണം ബ്രദറെ എന്ന്. പ്രിയ സഹോദരന്മാരെ, ഈ ബൈബിളിന്റെ പുറം പോരാ ഞാൻ കടന്നിരുന്നത്, ഞാനും കടന്നിരുന്നത്. ദൈവം എന്നെ മാറ്റി ഒറ്റ രാത്രി കൊണ്ട്, ഒരു പ്രകാശത്തിൽ കാണിച്ചുകൊണ്ട് ദൈവം എന്നെ മാറ്റി. സാധാരണ വെള്ളവടി, ലഹരി മരുന്നുകളൊക്കെ മാറ്റണമെങ്കിൽ ഡോക്ടർമാരൊക്കെ പോയാൽ മാറ്റും. അങ്ങനെ പല കൗൺസിലിങ്ങിന് പോയാൽ മാറ്റും. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ദൈവം ഒരു പൂ പറിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഉള്ളിലിരുന്ന കല്ലുകളെ എടുത്തു മാറ്റി. മാർത്തേ, നീ ആ കല്ലെടുത്തു മാറ്റി എന്നുള്ള വചനമായി. ആ കല്ല് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി. എനിക്കിന്ന് സന്തോഷമാണ്. എനിക്ക് ഓരോ ദിവസവും കർത്താവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കണം. എവിടെ ചെന്നാലും സെക്യൂരിറ്റി പണിക്കൊക്കെ പോകുമ്പോൾ നല്ല വേദി 10 പേര് എൻ്റെ വന്ന് ഞാൻ അവരുടെ അപ്പൊ എൻ്റെ കൂടെ സെക്യൂരിറ്റി പറയും, ബോസെ മതി ബോസെ, വർക്ക് ചെയ്യും. ഞാൻ എവിടെ നിന്നാലും എൻ്റെ കർത്താവിനെ ഉയർത്തും. എൻ്റെ കർത്താവ് നാമന്റെ വലുതാണ്. എന്നെ മാറ്റിയ, എൻ്റെ ബലഹീനത മാറ്റിയ, എൻ്റെ നിരാശ മാറ്റിയ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ മരണഭീതി, എൻ്റെ വെള്ളവടികളൊക്കെ മാറ്റിയ, എൻ്റെ ദുർസ്വഭാവങ്ങളൊക്കെ മാറ്റിയ ആ കർത്താവിനെ ഞാൻ എപ്പോഴും ഓർക്കും. എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവെ നീ ആ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത്. എൻ്റെ ഹൃദയം നുറങ്ങേണ്ടിടത്ത് ഞാൻ വാങ്ങിക്കൂട്ടിട്ട തല്ലുകൾക്ക്, എൻ്റെ പരിഹാസങ്ങൾക്ക് എനിക്ക് ബദലായി സ്വയമായിട്ട് ആ കാൽവരി ക്രൂശിൽ 3 ആണികളിൽ മേൽ, ആകാശത്തിനും ഭൂമിക്കും കീഴെ 2 കള്ളന്മാർ നടുവിൽ, അവിടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടാ. ക്രൂശി മരണത്തിലേക്ക് അകന്നു പോകുന്നു. ആ കള്ളനോട് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിലായി. ദൈവത്തിന്റെ ചിന്തയാ. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഛായയില നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ദൈവം നമ്മൾ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് അംഗഭാഗങ്ങളുടെ ഏറ്റവും ചെറിയ അവയവം നാക്കാണ്. ആ നാക്ക് വലിയ ബമ്പ് പറയും എന്നാണ് ദൈവം യാക്കോബിന്റെ ലേഖനം നമ്മളോട് സംസാരിക്കുന്നത്. 3-4 എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അവിടെ 3-4 വാക്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നാവോ ഒരു ചെറിയ അവയവമാണ്. അത് മരണകരമായ വിഷം നിറഞ്ഞ നാക്കാണ് അവിടെ പറയുന്നത്. ഇഴജാതികളെയും ജന്തുക്കളെല്ലാം നാവുകൾ കൊണ്ട് നമ്മൾ മെരുക്കിയെടുക്കുന്നു. പക്ഷെ നാവിനെ ഒരിക്കലും ആർക്കും മെരുക്കാൻ കഴിയത്തില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. പക്ഷേ എൻ്റെ നാവിന് ദൈവം മെരുക്കി. ഞാൻ അസഭ്യങ്ങളൊക്കെ ഒത്തിരി പറയുമായിരുന്നു പെണ്ണുങ്ങളോട്. എൻ്റെ വൈഫ് തന്നെ പറയും, പെണ്ണുങ്ങളോടൊക്കെ എന്നെ ചെയ്യത്തില്ല, എങ്ങനെ പറയാൻ അതുപോലെ വൃത്തികളൊക്കെ പറയായിരുന്നു. എൻ്റെ വൈഫ് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് അങ്ങനെ പറയുന്നതിനോട് കേസ് കൊടുക്കും, എന്താ ലഹരിയാ. പക്ഷെ ആ നാക്കിനെ വരെ ദൈവം ബന്ധിച്ചു കളയും. ഇന്ന് ദൈവത്തിന്റെ വചനം ഈ നാൾക്കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ സഹോദരന്മാരെ, ഞാൻ ബൈബിളൊന്നും പഠിച്ചിട്ടില്ല, ബൈബിൾ ക്ലാസ് ഒന്നും പോയിട്ടില്ല. ഒരു രാത്രി യോസഫ് കണ്ട ദർശനം, ഒരു രാത്രി ഞാൻ കണ്ട ദർശനം ഇന്നെന്നെ ഈ 10 വർഷമായി നിർത്തുന്നു. പ്രിയ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനിവിടെ മലാക്കിയുടെ പ്രവചനം മലാക്കി പുസ്തകം എടുക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് ദൈവവചനം. നമ്മൾ എന്താണ് ആലോചിച്ചുകൊണ്ട് നമ്മൾ പറയാൻ നിൽക്കുന്നത് അതല്ല ദൈവം തരുന്നത്. ദൈവം തരുന്നത് മറ്റൊരു അനുഗ്രഹമാകുന്ന വാക്കുകളായി. ഞാൻ മലാക്കിയുടെ പുസ്തകം എടുത്തു വെച്ചിരുന്നു ഇവിടെ 3-ാം അധ്യായം 7-ാം ഭാഗ്യം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുവാ, ഇതാണ് ദൈവത്തിന് വേണം. എന്നെ ഒരു കുടുംബസംഗമത്തിന് കുമ്പനാട് വിളിച്ചായിരുന്നു. കുടുംബസംഗമത്തിന് അതിന് പോകാണ്ട് ഞാൻ കുറച്ച് വചനങ്ങളൊക്കെ 2016 രക്ഷിക്കപ്പെട്ട് 17 ഞാനിങ്ങനെ എൻ്റെ മോള് എന്താ ചാച്ച എഴുതുന്നത്, ഞാൻ വചനങ്ങൾ അതൊന്നും ചാച്ചൻ എഴുതി വെക്കണേ. ചാച്ചൻ ആ സ്റ്റേജിലോട്ട് കയറുമ്പം പരിശുദ്ധാത്മാ ചാച്ചനെ അത് ഓർപ്പിക്കും.
അപ്പം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു കളിവാക്കല്ല, ഞാൻ അനുഭവിച്ച സത്യം, ഞാൻ കണ്ട സാക്ഷ്യം ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തുവാണ്. ഇന്ന് ഞാൻ എൻ്റെ ദേശത്തും കുമ്പനാട് പുല്ലാടൊക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് വലിയ കാര്യമാണ്. ഞാൻ പാലിയേറ്റീവ് കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. 4 രോഗികളെ ഞാൻ നോക്കുന്നത്. എൻ്റെ കുടുംബങ്ങളെ കളഞ്ഞിൽ ഓടിച്ചെന്ന് ഞാൻ അവർക്ക് വേണ്ടി 4 പേരെയും വൃത്തിയാക്കി ക്ലീനാക്കി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വരുന്നത്. 12:30 പോകും. അതൊരു വലിയൊരു ശുശ്രൂഷയാണോ എൻ്റെ ജീവിതം. മർത്തോമക്കാരുടെ അച്ഛനൊക്കെ എൻ്റെ വലിയൊരു കാര്യം. ഞാൻ അച്ഛനൊക്കെ മെസ്സേജ് അയക്കും. അച്ഛൻ പറഞ്ഞ നല്ല കാര്യം. ഇങ്ങനെയുള്ള ആൾ, ഡോക്ടർ പറയും ഇങ്ങനെയുള്ള ആളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ദൈവം ഞാൻ കൊണ്ട് തന്നു. ഇത്ര നാളും ഞങ്ങൾ പലരും വെച്ച്, പക്ഷെ ഇത് ഒന്നും അറിയാതെ ഇവർ വന്നിട്ട് എല്ലാം അങ്ങ് ചെയ്യുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ സ്നേഹമാണ് സഹോദരന്മാരെ. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓർപ്പിക്കുക എപ്പോഴും. നമ്മൾ ഒരിക്കലും പിന്മാറ്റത്തേക്ക് പോകരുത്. പിന്മാറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകാതെ പ്രിയ സഹോദരന്മാരെ, ദൈവത്തിന് സന്നിധി അടുത്തിരിക്കുക. മലാക്കി പ്രവചനം പറഞ്ഞ പോലെ 3-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽക്കേ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരുന്നതാണ്. നമ്മളെ ദൈവം കണ്ടത് വർഷങ്ങൾക്ക് മുന്നാ. നമ്മുടെ മാതാവിന്റെ ഗർഭാതി ഒരു പിണ്ടമായി കിടക്കുമ്പോഴേ ദൈവം നമ്മളെ കണ്ടിരുന്നു. അതുക്കും മേലെ നമ്മുടെ പിതാക്കന്മാരെ കണ്ടിരുന്നു. ആ പിതാക്കന്മാർ ഇവിടെ പറയുന്നത്, പിതാക്കന്മാരുടെ കാലം മുതൽക്കേ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരുന്നു. നിങ്ങൾ മടങ്ങി വരൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ സന്നിധി മടങ്ങി വരൂ, ഞാൻ നിങ്ങൾ 2 കൈകളും ചേർത്ത് കൊള്ളാം. നമ്മൾ എത്രത്തോളം കർത്താവിനിരിക്കാൻ മടങ്ങി വരും, അത്രത്തോളം ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടെ അടുക്കത്തില്ല, ഒരർത്ഥം നിനക്ക് വരത്തില്ല, നിന്നെ കാക്കണ ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രിയ സഹോദരന്മാരെ, ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ഉണ്ടാകുള്ളൂ. ഒരിക്കൽ പോലും പുറമോട്ട് നോക്കാതെ നമ്മുടെ നോട്ടം മൊത്തം മുൻപിലേക്ക്, ക്രൂശിലേക്കായി ഇന്ന് ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ ദൈവവൈദ്യരെ, പ്രിയ സഹോദരന്മാരെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട തന്റെ പിതാവ് തന്റെ മകനെ നമുക്ക് വേണ്ടി ദാനമായിട്ട് ഈ ഭൂമിയിൽ തന്ന ആ നല്ല ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന അവരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം അവർക്കൊരു അനുഗ്രഹമായിട്ട്, ഒരു സാക്ഷ്യം മറ്റു സാക്ഷ്യത്തെ ഉളവാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ കേൾക്കുന്നവരെല്ലാവരും കുടുംബത്തെ, മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഥാവെ, ഈ ലോകത്ത് ഞങ്ങൾ വസിക്കുമ്പോൾ ഞങ്ങൾ ബലഹീന നടുവിലാണ് അപ്പച്ച. ആ ബലഹീന നടുവിൽ ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു കരമുണ്ട്. കഥാവെ, ഇന്ന് ഈ പ്രഭാതി ഇവരെല്ലാവരും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.